ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഭാരവാഹികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, നേരത്തെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുന്നതിനാൽ ഇതിനുപോലും കഴിഞ്ഞിരുന്നില്ല. തുടക്ക ദിവസങ്ങളിലെ പ്രശ്നങ്ങൾക്ക് കാരണം അങ്ങനെയൊരു ഏകോപനമില്ലായ്മയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളുടെ സാഹചര്യത്തിൽ കൂടിയാണ് യോഗം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, പമ്പയിൽ ഇപ്പോൾ അവലോകന യോഗം ചേർന്ന് തുടങ്ങി. ദേവസ്വം മന്ത്രിക്ക് പുറമെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ADGP S. ശ്രീജിത്തും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഇനിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടനം സുഗമമാക്കുക എന്ന അജണ്ട തന്നെയാണ് യോഗത്തിന് മുന്നിലുള്ളത്. അതേസമയം ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ തീർത്ഥാടനം തുടങ്ങിയിട്ട് മന്ത്രി ഇതുവരെ വന്നില്ല, സന്നിധാനത്തേക്ക് എത്തിയില്ല എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. മാത്രമല്ല 6 മാസത്തെ ഒരു പ്രക്രിയയാണ് ഒരു സീസണിൻ്റെ മുന്നൊരുക്കങ്ങൾ. ഈ മുന്നൊരുക്കത്തിൻ്റെ ഏറ്റവും ഒടുവിലുള്ള അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തില്ല എന്നതാണ്. അതിനെ ഒരു വിശദീകരണമായി സർക്കാർ പറഞ്ഞത്, ദേവസ്വം ബോർഡ് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു എന്നതാണ്. പക്ഷേ അവിടെ യോഗത്തിൽ പങ്കെടുത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിന് മറ്റ് തടസ്സമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ യോഗം. ഇന്നത്തെ യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ പങ്കെടുക്കാത്തത് മാത്രമല്ല, 18-ാം തീയതി ശബരിമലയിൽ ഉണ്ടായ ആൾത്തിരക്ക്, ആ ഒരു ആൾക്കൂട്ടം വലിയൊരു അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടം വരെ എത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് സാഹചര്യങ്ങൾ മാറുകയായിരുന്നു. എല്ലാവരും ഭയപ്പെട്ടു എന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അങ്ങനെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. തനിക്ക് വലിയ ഭയം തോന്നി, തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വന്നു. മാത്രമല്ല, കരാറുകൾ പോലും നട തുറന്ന ശേഷം കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പറയേണ്ടി വന്നു. ഭരണസമിതിയുടെ മാറ്റം തന്നെയാണ് അതിനൊക്കെ കാരണമായത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രശാന്തിനെയൊക്കെ ഭരണസമിതിയുടെ തലപ്പത്തു നിന്ന് മാറ്റുമ്പോൾ, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ജയകുമാറിന് വളരെ കുറച്ച് ദിവസങ്ങൾ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി നട തുറക്കുന്നത് വരെയുള്ള സമയമായി അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ സമയം കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല. ആ ഒരു വെല്ലുവിളി തന്നെയാണ് പുതിയ പ്രസിഡന്റിനും ഭരണസമിതിക്കും മുന്നിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരു കൊള്ള നടന്നു എന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞതോടുകൂടി ഉദ്യോഗസ്ഥരും ഒന്ന് പിൻവാങ്ങി. നേരത്തെ സ്വന്തം നിലയിലേക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്ന ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ല. മറ്റൊരു വിമർശനം വരുന്നത് ഇതൊരു നെക്സസ് ആണ്, ഈ തട്ടിപ്പ് സംഘമാണ്. ഇത് പിടികൂടിയതോടെ ആ ഒരു ശൃംഖലയിൽ ഉൾപ്പെട്ട ആളുകൾ ഇത് അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തി തുടങ്ങി ഒട്ടനവധി ആരോപണങ്ങൾ വന്നു. ഇനിയുള്ളത് ഇപ്പോൾ സുഗമമായിട്ടുണ്ട്. നമ്മൾ ഭക്തരോട് ചോദിച്ചു, പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാഹചര്യമെന്ന് ചോദിക്കുമ്പോൾ 20 വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അവിടെ മാത്രമല്ല, മറ്റിടങ്ങളിലും ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ തന്നെ അവർക്ക് നൽകുന്നുണ്ട്. ശുചിമുറികൾ കൂടുതലായി സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് ബുദ്ധിമുട്ടില്ലാതെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്ര 12 മണിക്കൂർ 14 മണിക്കൂർ കാത്തു നിൽക്കേണ്ടിയിരുന്നത് 4 മണിക്കൂറായി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടില്ലാതെ ഭക്തർ ഈ ദിവസങ്ങളിൽ ദർശനത്തിന് സൗകര്യമൊരുങ്ങുന്നുണ്ട്. പിന്നെയും പ്രശ്നങ്ങളുണ്ട്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ, ഇന്നിപ്പോൾ 10 മണിവരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 37,000 പേർ മല ചവിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി 11 മണിയാകുമ്പോൾ അത് 90,000 എന്ന ഒരു സംഖ്യയിലേക്ക് എത്തുമായിരിക്കും, അല്ലെങ്കിൽ അതിനടുത്തെത്തുമായിരിക്കും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി 5,000 നിജപ്പെടുത്തിയിരുന്ന സ്പോട്ട് ബുക്കിംഗ് അത് ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ക്രമപ്പെടുത്താമെന്ന് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 9,000-ഓളം പേരെയാണ് സ്പോട്ട് ബുക്കിങ്ങിലൂടെ കടത്തിവിട്ടത്. ഏതാണ്ട് ഹൈക്കോടതി പറഞ്ഞതിനേക്കാൾ 4,000-നടുത്ത ആളുകളെ കയറ്റിവിടാൻ കഴിഞ്ഞു. അത് കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ്. ഇനിയും അതിൽ വർധന വരുത്തിയാൽ കുഴപ്പമില്ല. പക്ഷേ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് സാഹചര്യം മനസ്സിലാക്കി ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ കൂടുതൽ ഭക്തരെ ഇവിടേക്ക് കയറ്റിവിടുന്നതിനുള്ള ക്രമീകരണങ്ങളായിരിക്കും കൂടുതലായി ചർച്ച ചെയ്യുക. ശ്രീജ, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.